കല്ലൂർ ഷോയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ ഓണത്തിന് ഒരു പുതിയൊരു പാലടപ്രഥമൻ, അതായത് കുങ്കുമം ചേർത്ത പാലടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല, സൗന്ദര്യത്തെ ആരാധിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് പായസം കുടിച്ച് എങ്ങനെ സൗന്ദര്യം നേടാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ്. നമുക്ക് വീടിൻ്റെ അകത്തെ കിച്ചണിനകത്തേക്ക് നമുക്ക് പോകാം. പാലടപ്രഥമൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. നല്ല ശുദ്ധമായ പശുവിൻ പാലാണ്. അതുപോലെ മട്ട വേണം. ചുവന്ന മട്ടയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. സാധാരണ വെള്ള മട്ടയുണ്ട്, ചുവന്ന മട്ടയുണ്ട്. ചുവന്ന മട്ടയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ പഞ്ചസാര വേണം. അതുപോലെ ഇത് ശുദ്ധമായ നാടൻ നെയ്യാട്ടോ. അതുപോലെ ഇത് നെയ്യിൽ ചാലിച്ചിട്ടുള്ള കുങ്കുമമാണ്. 3 ഗ്രാം കുങ്കുമമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വിലയൊന്നുമില്ല കുങ്കുമത്തിന്. അപ്പോൾ 3 ഗ്രാം കുങ്കുമം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? സ്റ്റവ് കത്തിച്ചു. ഇത് ഊട്ടുരുളിയാണ് കേട്ടോ. ഊട്ടുരുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശേഷം പാലൊഴിച്ചു. അതിന് മുന്നേ നമ്മൾ 70 ഗ്രാം മട്ട അരി നമ്മൾ 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ പുതിർത്തി വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്നാവുന്ന പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൽ ഒരു 3-4 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പായസം മൊത്തം 20 മിനിറ്റ് സമയം നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ പായസം മൊത്തം ഉണ്ടാക്കാൻ. ഏകദേശം തിളച്ചു വരികയാണ്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് തുടങ്ങിയാൽ നമുക്ക് അട ഇടാൻ തുടങ്ങാം. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ച് വരികയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അട ഇടുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. വളരെ എളുപ്പമാണ് പാലടപ്രഥമൻ ഉണ്ടാക്കാൻ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസം കൂടിയാണ്. ഏകദേശം തിളച്ച് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര കൂടുതൽ ചേർക്കരുത്. ഓവർ ചേർത്ത ഓവർ മധുരമായാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ പഞ്ചസാര വറുത്ത് ഇടുന്നവരുണ്ട്, അങ്ങനെ കളർ വെപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. നമുക്ക് കുങ്കുമം ഇടുകയാണ്. കുങ്കുമം നെയ്യോടി ചാലിച്ച് കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നല്ല കളർ ഇങ്ങോട്ട് വരും.
നല്ലോണം ഇളക്കി കൊടുക്കുക. കുങ്കുമം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഉണ്ടല്ലേ കളർ വന്നത്. ഏകദേശം പായസം റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ പണിയുള്ളൂ. ഏകദേശം വേണമെങ്കിൽ ഞാൻ നെയ്യ് കുറച്ചുകൂടി ഉപയോഗിക്കുകയാണ്. കാരണം നെയ്യ് കുറച്ച് ബാക്കിയാണ്. നെയ്യ് ഉപയോഗിക്കണമെന്നില്ല, കാരണം നമ്മൾ കുങ്കുമം നെയ്യ് നേരത്തെ ഉപയോഗിച്ചാണ്. നല്ലൊരു പായസമായി, നല്ല കളറിൽ. ഇത്രേ പണിയേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു ഓണക്കാലത്ത് കുങ്കുമം ചേർത്ത പായസം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പ്രഥമൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പായസം ഉണ്ടാക്കുക. കുങ്കുമം എന്ന് കേൾക്കുന്ന സമയത്ത് ഒരുപാട് വിലയൊന്നുമില്ല, വെറും 2 ഗ്രാമിന് 55 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഓണത്തിന് കുങ്കുമം ചേർത്ത പാലടപ്രഥമൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഗുഡ് ബൈ.